രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവർ MLA അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരണവുമായി വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ രംഗത്ത്. ആരെയും അപകീർത്തിപ്പെടുത്തരുത് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം. വാക്കുകളെ വളച്ചൊടിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണമെന്നും ആനി രാജ 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് കൊട്ടിക്കലാശം, എന്താണ് പ്രതീക്ഷ? അവസാന നിമിഷത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഓരോ ദിവസവും വളരെയേറെ ആവേശത്തിലാണ് ജനങ്ങൾ നമ്മളോടൊപ്പം ചേരുകയും നമ്മളോട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ ആവേശത്തിലാണ് എനിക്ക് പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ളൊരു വിവാദം എന്ന് പറയുന്നത് നിലമ്പൂർ MLA രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നുള്ള ഒരു അഭിപ്രായം പൊതുപ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് എന്താണ് LDF സ്ഥാനാർത്ഥി നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം? ഒന്ന്, ഇടതുപക്ഷം ആരെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അതുപോലെ തന്നെ ക്ലിപ്പിംഗ് ഞാൻ കണ്ടാലേ എന്താണ് നിലപാടെന്ന് ഒന്ന് ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്. ഇടതുപക്ഷം ആരെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടല്ല വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതും മത്സരിക്കുന്നതും. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരു വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇതിനെ വളച്ചൊടിക്കാൻ സാധ്യതയുള്ള വാക്കുകളാണെന്നൊക്കെയുള്ള ബോധ്യത്തോടെ എല്ലാവരും ഉപയോഗിക്കപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത പക്ഷമാണ് ഇടതുപക്ഷം. ഈ എതിരാളികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം UDFന്റെ പരമ്പരാഗത മണ്ഡലം എന്നുള്ള ഒരു ഇതാണല്ലോ ഉള്ളത് വയനാട് സംബന്ധിച്ച്. എനിക്ക് ജനങ്ങളിൽ, ഈ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരിലാണ് എനിക്ക് പ്രതീക്ഷ. എതിരാളികളുണ്ട്, ഇല്ലാതെ രണ്ട് പാർട്ടികളുടെയും എതിരാളിയുണ്ട്, രണ്ട് മുന്നണികളുടെയും എതിരാളിയുണ്ട്. പക്ഷേ ഞാൻ ഇവിടുത്തെ ജനങ്ങളിൽ ഇവിടുത്തെ വോട്ടർമാരിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി ആനി രാജ മനസ്സ് തുറക്കുകയായിരുന്നു.